മനുഷ്യന്മാരെന്ന നിലക്ക് നമ്മൾ സാമൂഹിക ജീവികളാണല്ലോ. അപ്പം നമ്മൾ ആളുകൾ പരസ്പരമുള്ള ഒരു ചേർച്ചയും അവർ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളും ബന്ധമൊക്കെയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന കാര്യം. അതിൽ തന്നെ നമ്മളുമായി വളരെ അടുത്ത ആളുകൾ, നമ്മുടെ കുടുംബം, അതിൽ നമ്മുടെ ഉമ്മ ഉപ്പ, നമ്മുടെ ജ്യേഷ്ഠാനിയന്മാർ തുടങ്ങി നമ്മളുമായി വളരെ അടുത്ത ആൾക്കാർ, അവരുമായുള്ള നമ്മുടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇസ്ലാം അതിനെ വലിയ പ്രാധാന്യത്തോടെ കാണുന്നുണ്ടല്ലോ. അതിൽ ചിലതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്, കുറച്ചുകൂടെയൊക്കെ സമൂഹത്തിനൊരു ബോധ്യമുണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മൾ അശ്രദ്ധയിൽ പോകുന്നതായിരിക്കും. പിന്നെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നക വസൂലല്ലി റഹിമി, കുടുംബബന്ധം ചേർക്കുന്ന അമ്മ എൻ്റെ ഇളയപ്പല്ലേ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ നമ്മളൊരു പോരാളി, ഒരു ഷഹീദ്, ഇങ്ങനെ വിശേഷണങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ കാണാം. നബി തങ്ങൾ ആദ്യം പറഞ്ഞ ഇതാണ് അല്ലേ, കുടുംബബന്ധം ചേർക്കുന്നത്. അതെ അതെ, ചരിത്രങ്ങൾ ടോട്ടലി വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം, കുടുംബബന്ധത്തിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടി മാത്രം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് എഴുതിയ ഒരു കിതാബാണ് അസ്നൽ മത്താലിബ് ഫീ സിലത്തിൽ അർഹാമി വല്ല കാരിബ്. 300 പേജുണ്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, എന്തപ്പോൾ ഖദീജ ബീബി ആദ്യമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ഹംസത്തോർക്ക് ഫസ്റ്റ് ഇത് കൊടുക്കണത്? അതിൻ്റെ ഒരു കാരണം, ഫസ്റ്റ് നമുക്കുണ്ടാവേണ്ട ക്വാളിറ്റി അതാണ്. വിശേഷ ദിവസങ്ങളാവുന്ന ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ ബറാത്ത് രാവ്, ഇത്തരം നല്ല നല്ല രാത്രികൾ, പകലുകൾ, അതിലൊക്കെ എല്ലാവർക്കും അള്ളാഹു ഓഫർ എന്നോണം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന, മാപ്പ് നൽകുന്ന ആ സമയത്ത് പോലും കുടുംബബന്ധം മുറിഞ്ഞു നിൽക്കുന്ന, ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ ആളാണെങ്കിൽ അയാൾക്ക് ഈ ഓഫറില്ല, ഒന്നുമില്ല. അതായത് ലൈലത്തുൽ ഖദർ ആയാലും ശരി, ഏത് നല്ല സ്ഥലത്തു നിന്നാണെങ്കിലും നല്ല സമയത്താണെങ്കിലും ഓഫർ കിട്ടില്ല. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ. ബന്ധം നമ്മളെപ്പോഴും അങ്ങോട്ട് ചേർക്കണം. ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്നെ ഫോണിലൂടെയാണല്ലോ വിളിച്ചത്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് ചേർക്കണം. തസിലമൻ ഖതഅകന്നല്ലേ, ബന്ധം മുറിച്ച ആളോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ബന്ധമാണ് നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ. നമ്മളെ മതം അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ജ്യേഷ്ഠന്മാരെ ഉപ്പാനെ പോലെ കാണണം, ഉപ്പാൻ്റെ സ്ഥാനത്താണ്. ജ്യേഷ്ഠത്തിന് ഉമ്മാൻ്റെ സ്ഥാനത്തും കാണണം. ഓളെന്തിനാ എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത്? എൻ്റെ വൈഫിനെ ഞാൻ ഇവിടെ കൂട്ടിയിട്ട് പോകണമെന്ന് ഇക്കാക്കിയാണ് പറയേണ്ടത്, ഇച്ചയാണോ പറയേണ്ടത്? ഇത്താത്തെന്തിന് ആ വിഷയത്തിൽ ഇടപെടുന്നത്? അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. അയ്യേ, ഉമ്മ ഇടപെടുന്നതിനെ കുറിച്ചിട്ട് ആരെങ്കിലും അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. അനുജനെയും അനുജത്തിനെയും പരിഗണിക്കേണ്ടത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മക്കളെ പോലെയാണ്. അപ്പോൾ അനുജൻ തുടങ്ങിയ ഒരു ബിസിനസ് ചെറുതായിട്ട് പൊട്ടിപ്പോയി, കൂടെ നിൽക്കണം. മക്കളെ നമ്മൾ കൂടെ നിൽക്കുമല്ലോ. യഥാർത്ഥത്തിൽ ഈ അടുത്തൊരു മഹാൻ്റെ ചരിത്രം വായിച്ചു. ആ മഹാന് ജ്യേഷ്ഠൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് എപ്പോഴും തോറ്റതുപോലെ അഭിനയിക്കും അത്രേ, ഇക്കാക്കൊക്കെ വിഷമം ഉണ്ടാന്ന് കരുതിയിട്ട്. മഹാൻ പറയണ്ടി, ഞാൻ ഇന്ന് വരെ എൻ്റെ ജ്യേഷ്ഠൻ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടാകുമ്പോൾ വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ടില്ല. കാരണം ഇക്കാക്ക താഴെ ഞാൻ മേലെയും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇതാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. അതെ, ഇരട്ടകളായിട്ട് ജനിച്ച മഹാന്മാരെ കുറിച്ച് ചരിത്രത്തിലുണ്ട്. ഇരട്ടകളായിട്ടാണെങ്കിലും ഒരു കുട്ടി ആദ്യം വന്ന് രണ്ടാമത് മറ്റൊരു കുട്ടി വരുത്താണല്ലോ ഇരട്ടകൾ. സമയവ്യത്യാസമൊക്കെ ഉണ്ടാവും, എന്നാലും അവർ ഇരട്ടകളാണ്. എന്നാൽ ഈ രണ്ടാമത് വന്ന അനുജനായ മോനോട് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാ ജ്യേഷ്ഠനാണ്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നീണ്ട കാലം അവർ ജീവിച്ചിട്ട് അനുജൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരെ ഇക്കാക്കൻ്റെ മുമ്പിലൂടെ നടന്നിട്ടില്ല, അത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതാണ് സംഭവം. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ കുട്ടികൾക്കൊക്കെ ബന്ധങ്ങളുടെ ബന്ധം ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രത്യേകിച്ച് ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ, ഉപ്പാൻ്റെ അനുജന്മാർ
അത് ഉപ്പാൻ്റെ സ്ഥാനത്താണെന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉപ്പാൻ്റെ സ്ഥാനത്താണ്. തന്നെ മൂത്താപ്പം എന്തിനാ നമ്മളെ മോളെ കല്യാണത്തിന് പെങ്ങളെ കല്യാണത്തിന് ഇടപെട്ടുകൊണ്ട് നിൽക്കുന്നു? മൂപ്പൊരു ഫണ്ടാറ്റും തരുമോ? വലിയ അഭിപ്രായം മാത്രം വലിയ അഭിപ്രായം പറയൽ മാത്രം. അതൊക്കെ നമുക്ക് വിവരക്കേട് കൊണ്ട് പറയണതാണ്. അതൊന്നും ഒരിക്കലും സംഭവിക്കുക. ഉപ്പാനെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേ സ്ഥാനം ഉപ്പാൻ്റെ അനുജനേട്ടന് അമ്മ എന്നാണല്ലോ അറബിയിൽ പറയാം, അവർക്ക് കൊടുക്കണം എന്ന്. എന്തിനധികം ഉപ്പാൻ്റെ സുഹൃത്തുക്കളെ പരിഗണിക്കണം എന്നാണ് നമ്മളെ മതം പറയണത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ പ്രായമുള്ള ഒരാളെ കണ്ടപ്പോൾ തൻ്റെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി തൻ്റെ തലീക്കെട്ടൊക്കെ അവർക്ക് വെച്ച് കൊടുത്ത് വാഹനം ഹദിയായിട്ട് കൊടുത്തപ്പോൾ കൂടെയുള്ള ഹാദ്യമും ആൾക്കാരൊക്കെ ചോദിച്ചു, എന്തിനാണ് ആ പ്രായമുള്ള ആളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നത്? ഒരു അനിതര സാധാരണമായ ബഹുമാനം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോലെ. ഞാൻ പറഞ്ഞത് എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു എൻ്റെ ഫ്രണ്ടാണ്. ഉപ്പാൻ്റെ ഫ്രണ്ടിനെ പരിഗണിക്കൽ ഉപ്പാനെ പരിഗണിക്കലിൻ്റെ ഭാഗമാണെന്ന് ഹദീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം പറഞ്ഞു വെച്ചു. എന്താണ് ഇതിൻ്റെ ഒരു ശരിക്കും നമ്മൾ പാരൻസ് മരണപ്പെട്ടാൽ പാരൻസിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ ഇസ്ലാം എണ്ണി പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുക, അവർക്ക് ഖുർആൻ ഓതുക. പിന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, അവർ നമ്മെ ഏത് രീതിയിൽ ജീവിക്കാനാണോ അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അതുപോലെ നമ്മൾ ജീവിക്കുക. ചിലപ്പോൾ ഉമ്മാനെക്കുറിച്ചോ ഉപ്പാനെക്കുറിച്ചോ ഒക്കെ ഏതെങ്കിലും ഒരു ഉസ്താദൊക്കെ പ്രസംഗിക്കുമ്പോൾ, അല്ലാ എൻ്റെ ഉപ്പയുമ്മയുള്ള കാലത്ത് ഞാൻ എന്തൊക്കെയോ കുരുത്തക്കേടൊക്കെ കളിച്ചു പോയി, അവർ മരിച്ചുപോയി, ആ യൂട്യൂബ് പ്രഭാഷണം കേട്ട് കരിയല്ല ശരിക്കും വേണ്ടത്, ഇപ്പോൾ അവരെ കബർന്ന് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ അവരുടെ പൊരുത്തം കിട്ടും നമുക്ക്. അതിൽ അഞ്ചാമത് മഹാന്മാർ പറഞ്ഞത് അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരെ നമ്മൾ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ പാവങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഓരോരാൾക്ക് 10 രൂപ 20 രൂപ ഒക്കെ കൊടുക്കുമ്പോൾ റമദാനിലും മറ്റൊക്കെ വരുമല്ലോ പാവങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഉമ്മ ഇന്നാലിന്ന ഉമ്മാക്ക് ഒരു സഹോദരിക്ക് 100 രൂപ ഒക്കെ കൊടുക്കാറുണ്ട്. ഉമ്മാൻ്റെ അടുത്ത ആളാണ്. ഉമ്മ മരണപ്പെട്ടിട്ട് അവർ വരുമ്പോൾ മകളായ നമ്മൾ ഉമ്മാനെ ഓർമ്മിച്ച് കൊടുക്കണം. അത് ഉമ്മാൻ്റെ പൊരുത്തം ഉമ്മാൻ്റെ ചിരിയും കിട്ടാനൊരു കാരണവും. അത് ഭയങ്കര സംഭവമാണ്. അവിടെ തന്നെ ഒരു മസലുണ്ട്. ഈ ഉപ്പയോ ഉമ്മയോ രണ്ടിൽ ഒരാൾ മരിച്ചുപോയി, ഉമ്മ മരിച്ചു അല്ലെങ്കിൽ ഉപ്പ മരിച്ചു, ഇപ്പോൾ ഒരാളുണ്ട്. എന്നാൽ മക്കൾ ഈ മരിച്ച ഉപ്പാനെ അല്ലെങ്കിൽ ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം ജീവിക്കുന്ന ആളുണ്ടാവുമല്ലോ അവരെ ഡബിൾ സന്തോഷിപ്പിച്ചാൽ മതി. എന്നാൽ പിന്നെ ഖബറിലുള്ള ആൾക്കും സന്തോഷം, ഉള്ള സന്തോഷം. ഒരാൾ നിരാശയൊന്നും ആവണ്ട, ഇനിയും ജയിച്ചു കയറാനുള്ള പടവുകൾ ഓപ്പണായിട്ട് ഇസ്ലാം വെച്ച് സാധ്യത ഉണ്ട്. ബന്ധങ്ങളിലെ വിള്ളൽ വീഴ്ത്താതിരിക്കുക, വിള്ളലൊന്നും വീഴരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് ഉമ്മാൻ്റെ സഹോദരിമാർ, നമ്മളെ ഇളയമ്മ മൂത്തമ്മ എന്ന് പറയുന്നത്, അവരോടൊക്കെ ഇങ്ങനെ മുഷാവറ നടത്തണം കാര്യങ്ങളൊക്കെ. അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മീന്നാണ്, ഉമ്മാൻ്റെ സ്ഥാനത്താണ് ഇളയമ്മ മൂത്തമ്മമാർ. ബദറുദ്ദീൻ സർക്കശി റളിയല്ലാഹുവിന് ഒരഭിപ്രായം തന്നെയുണ്ട്. ഷാഫി മദബിൽ അപ്രബലമായ അഭിപ്രായമായിട്ട് പരിഗണിക്കുന്നതാണ് ആ അഭിപ്രായം എങ്കിൽ പോലും ദീർഘമായൊരു ചർച്ചക്കിടയിൽ സർക്കശി ഇമാമൊക്കെ പറയണത് ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെയായിരിക്കും ഇളയമാനും മുത്തമ്മാനെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇളയമാനെ കാണാൻ പോവുക, മുത്തമ്മാനെ കാണാൻ പോവുക, പിന്നെ പെങ്ങന്മാർ, ആങ്ങളമാർ, കാരണന്മാർ, അവരൊക്കെ നമ്മൾ പരിഗണിക്കുക. ഈ ബന്ധത്തിൽ നമ്മൾ ക്ലിയർ ആണെങ്കിൽ ദുആ വേഗം സ്വീകരിക്കും. ചില ആൾക്കാരൊക്കെ മരണപ്പെട്ടാൽ അങ്ങനെ കേൾക്കാറുണ്ട്. ഈ അടുത്ത് പിന്നെ നമ്മളെ നാട്ടിൻ്റെ അടുത്ത് ഒരു ഹാജിയാർ മരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് 4 പെങ്ങന്മാരെ പൊന്നുപോലെ നോക്കിയെന്നാണ്. അത് മതി, അത് മാത്രം സർട്ടിഫിക്കറ്റ് അതാ വേണ്ടത്. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണം. പെങ്ങളെ പരിഗണിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയായ ഷൈമ ബീവി വന്നപ്പോൾ എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊടുത്തത്. ആട്, ഒട്ടകം, എത്ര പണം കൊടുത്തു. ആ സമ്മാനമൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, നിൽക്കലാണ് നമ്മുടെ താല്പര്യം. അപ്പോൾ ഇവിടെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ. പിന്നെ ഷൈമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള പെങ്ങളാണ്. മുലകുടി ബന്ധത്തിലുള്ള പെങ്ങളെ തന്നെ ഇങ്ങനെ പരിഗണിക്കുന്നുണ്ടെങ്കിലേ കുടുംബം ശരിക്കുള്ള രക്തബന്ധത്തിലുള്ള പെങ്ങളെ എത്രത്തോളം പരിഗണിക്കണം. അപ്പം നമ്മളത് നന്നായി പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഭാര്യമാരിൽ ഒരാൾ
കുറച്ച് പണം സ്വതക്ക് കൊടുത്തത് അറിഞ്ഞപ്പോൾ തങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു, സ്വന്തം പെങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതാവുമായിരുന്നു. അതല്ലേ നല്ലത്. അതുകൊണ്ടാണ് കിതാബിൽ ഈ ഏട്ടത്തിനെ കുറിച്ച്, ഇത്താത്തനെ കുറിച്ച് രണ്ടാനുമ്മ എന്നാണ് വിശേഷിപ്പിക്കുക. ഏട്ടത്തിനെ കുറിച്ച് ഏട്ടത്തിനൊക്കെ പരിഗണിക്കണം, അതല്ല പരിഗണിക്കണം. നാടുകളിൽ ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട് കേട്ടോ. അവർ പിന്നെ വേറെ കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ നമ്മൾക്ക് അവൾ കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവർ ഈ വീട്ടുകാരെ നോക്കുക, പെങ്ങളെ നോക്കുക, ഈ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ അനിയത്തി, അവരൊക്കെ കഷ്ടപ്പെടുന്നവരെയൊക്കെ നോക്കി അവരുടെ ജീവിതം മുഴുവൻ അതിനായിരിക്കും. കുറേ കാലം ചിലപ്പോൾ ഗൾഫിൽ നിന്നുണ്ടാവും, ഓരോന്നും ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ അവിടുത്തെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെ കല്യാണം, അവർ വീടുണ്ടാക്കൽ, ആ കുട്ടിയുടെ പൊന്നു കൊടുക്കൽ, അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് ഇവരെ അവസാനം വരെ അതായിരിക്കും ചെയ്ത്. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നാട്ടുകാർ അവരെ കുറിച്ച് പറയല്, വയസ്സ് എനിക്ക് 31 നീ ഈ പെങ്ങന്മാരെ കെട്ടിച്ചിട്ടും നിന്റെ ജീവിതം തീർക്കാണ്. അല്ലല്ലോ, അവര് സ്വർഗത്ത് സെറ്റാക്കി വെക്കല്ലേ. അതാണ് ഒരു സന്തോഷം അതിൽ കണ്ടെത്തുന്നു എന്നുള്ളത് ഭയങ്കര. എന്താ സമ്പാദിച്ചതെന്ന് ചോദിക്കും ചിലര്. 10-20 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് എന്താ ബാക്കിയുള്ളത്, ഒക്കെ തീർന്നു പോയല്ലോ എന്ന് പറയും. അവർ ശരിക്കും ബാക്കിയാക്കി. പിന്നെ 3 പെങ്ങന്മാരുണ്ടായിട്ട് അവരെ മര്യാദയ്ക്ക് പരിഗണിച്ചാൽ ആ പെങ്ങന്മാർ ഈ ആങ്ങളെന്നെ നരകത്തിൽ പോകാൻ വിടൂല എന്നിട്ട് ഇങ്ങനെ കാവൽ നിൽക്കുന്നല്ലേ. ഭയങ്കര എന്നല്ലേ. അവർ ഈ പെൺകുട്ടികളെ തർബിയത്ത് നടത്തിയാൽ, പെങ്ങന്മാരെ പരിഗണിച്ചാൽ അത് ഭയങ്കര സംഭവമാണ്. ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. സ്വാലിഹായി ജീവിച്ച ഒരാൾ തന്നെ പിന്നെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രയാസപ്പെട്ടത് എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നുണ്ട്. എൻ്റെ പെങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് കുറേ സ്നേഹം പ്രതീക്ഷിച്ചു, പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ ഒരു ഫോൺ കോളൊക്കെ മതിയാവും. എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ. പിന്നെ പെങ്ങളെ മക്കളുടെ ഫീസ് അടക്കുന്ന, പിന്നെ കെട്ടിച്ച് വിട്ടില്ലേ ഇനി ഞാനെന്തിനാ നോക്കുന്നത്, അങ്ങനെയൊന്നും അവർ ചിന്തിക്കില്ല. അവർ പെങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ജീവനാണ്. ചിലപ്പം ചില ഭാര്യമാരും അതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോഴും ആ ഭാര്യമാരെ അടക്കം അവർ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കും. പെങ്ങൾ എന്ന് പറഞ്ഞ ജീവനായിരിക്കണം. പെങ്ങൾ, ആങ്ങള, അനുജത്തി, അനുജൻ, അങ്ങനെ എല്ലാവരെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബന്ധങ്ങളെ പഠിപ്പിക്കുന്ന പോലെ ശരിക്ക് എന്തൊരു മനോഹരമായിട്ടാണ് ഈ ബന്ധങ്ങളെ പഠിപ്പിച്ചത് നോക്കൂ. പിന്നെ നമുക്ക് സ്വഹാബത്തന്നെ ഏറ്റവും കൂടുതൽ ഈ ഉമ്മ, ഉപ്പ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ വീട്ടിലെത്തിയാൽ ഉമ്മാനോട് നീണ്ടൊരു സലാം പറയും, എന്നിട്ട് ഉമ്മാൻ്റെ സലാം കേൾക്കണം. ചില സ്വഹാബിമാരുടെ ചരിത്രത്തിലുണ്ട് ഉമ്മാൻ്റെ തല നോക്കിയിട്ട് പേൻ നോക്കുകയൊക്കെ ചെയ്യത്രേ. ആ സ്വഹാബിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിൽ ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. അതിന് കാരണം അതാണ്, ഉമ്മാനെ പരിഗണിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഉപ്പാനെയും പരിഗണിക്കണം. ഉപ്പ, ഉമ്മ ബന്ധങ്ങൾക്ക് നമുക്ക് 100% സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.